പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം നൽകിയ ഉദുമ മുൻ എംഎൽഎ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 4 CPIM നേതാക്കൾ ഇന്ന് ജയിൽ മോചിതരാകും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രാവിലെ 9 മണിയോടെ ഇവർ പുറത്തിറങ്ങും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ CPIM നേതാക്കളും പ്രവർത്തകരും സ്വീകരിക്കാൻ എത്തുമെന്നാണ് വിവരം. നിഖിൽ അളവൂരുണ്ട്. നിഖിൽ, അങ്ങനെ ശിക്ഷ സ്റ്റേ ചെയ്യപ്പെട്ട് 4 പേരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. തീർച്ചയായും ആതിര, ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെ CPIMന്റെ ഈ 4 നേതാക്കളും പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെ വി കുഞ്ഞിരാമൻ, മണികണ്ഠൻ, രാഘവൻ വെളുത്തെടുത്ത്, ഭാർഗവൻ വെളുത്തെടുത്ത് എന്നീ CPI നേതാക്കൾ പെരിയ കേസിൽ ഹൈക്കോടതി CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ ശിക്ഷിക്കപ്പെടുകയും പിന്നീട് ഇന്നലെയാണ് ഈ കേസിലെ ശിക്ഷ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇന്നലെ തന്നെ ഇവരെ പുറത്തിറങ്ങാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ ഉത്തരവ് നേരിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചാൽ മാത്രമേ ഇവർക്ക് പുറത്തിറങ്ങാനാവൂ എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമ തടസ്സം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഉത്തരവ് ബന്ധപ്പെട്ടവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുമായി 9 മണിക്ക് മുൻപ് തന്നെ അവർ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി സൂപ്രണ്ടിന് ഈ ഉത്തരവ് കൈമാറും. അതിനുശേഷമായിരിക്കും ഇവരും ഈ 4 പേരും പുറത്തിറങ്ങുക. ഏകദേശം 9 മണിയോടുകൂടി തന്നെ ഇവർ പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. 8 മണിയോടുകൂടി തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള CPIM നേതാക്കളും പ്രവർത്തകരും ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. നേരത്തെ ഈ കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇവർക്ക് സ്വീകരണം നൽകും എന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഏതായാലും ഇപ്പോൾ ആ സ്വീകരണ പരിപാടികളൊക്കെ തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്വീകരണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അതേസമയം കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ ഇവർ പുറത്തിറങ്ങുമ്പോൾ പ്രവർത്തകർ കൂട്ടത്തോടെ എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം നമ്മൾ കണ്ടതാണ്, ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുമ്പോൾ വലിയ രീതിയിൽ CPIM പ്രവർത്തകർ തമ്പടിക്കുകയും മുദ്രാവാക്യം വിളികളോടെ അവർക്ക് അഭിവാദ്യം അർപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല P. ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തുകയും അവരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ 2 ദിവസമാണ് ഇവർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിരുന്നതെങ്കിലും ഈ 2 ദിവസവും CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ജയിലിലെത്തി ഇവരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും CPIMനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്നത് തന്നെയായിരുന്നു ഇന്നലത്തെ ഹൈക്കോടതി വിധി എന്ന് പറയുന്നത്. കാരണം പെരിയ കേസിലെ മറ്റ് പ്രതികളുടെ ശിക്ഷയ്ക്കൊപ്പം തന്നെ ഈ 4 പേർക്ക് കൂടി ശിക്ഷ വിധിച്ചതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി CPIMനെതിരെ വന്നിരുന്നത് ഈ കൊലപാതകത്തിൽ CPIMന് നേരിട്ട് പങ്ക്, പാർട്ടിക്ക് പങ്ക് എന്ന രീതിയിലായിരുന്നു. പക്ഷേ ഈ 2 ദിവസം നടന്ന ചർച്ചകൾ അവിടെ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചർച്ചകൾ അതുപോലെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഹൈക്കോടതി ഇന്നലെ ഈ 4 പേരുടെയും ശിക്ഷ മരവിപ്പിക്കുകയും ഇവർക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്യുന്നത്. CPIM ഇന്നലെ തന്നെ അക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. തുടക്കത്തിൽ പറയുന്നത് പോലെ ഇത് കള്ളക്കേസിൽ കുടുക്കിയതാണ്. ആ കള്ളക്കേസിൽ കുടുക്കപ്പെട്ടതാണ് കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അത് CPIMനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്ത കാര്യങ്ങളാണ് തുടങ്ങിയ വാദങ്ങൾ തന്നെയാണ് CPIM ഈ വിഷയത്തിൽ ഇന്നലെയും ഉന്നയിച്ചത്. ഏതായാലും ഇന്നിവർ പുറത്തിറങ്ങുക കൂടി ചെയ്യുന്നതോടുകൂടി CPIMന്റെ ആ വാദം ബലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം നിയമപരമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാടിൽ തന്നെയാണുള്ളത്. കോൺഗ്രസും അക്കാര്യങ്ങളിൽ കുടുംബത്തിനൊപ്പം തന്നെ നിൽക്കും. ഈ മേൽക്കോടതികളെ സമീപിക്കും, അപ്പീൽ പോകും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ആ കുടുംബങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്നിവർ പുറത്തിറങ്ങുമ്പോൾ പോലും നിയമപരമായി ഈ പെരിയ കേസിലെ മറ്റ് നടപടികൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. പക്ഷേ ഇവർ 4 പേരും ഇന്ന് ജയിൽ മോചിതരാകുന്ന ഈ ഒരു സംഭവം അത് CPIMനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാവുന്ന ഒന്ന് തന്നെയാണ്. ഏതായാലും പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളുടെ ശിക്ഷ ഇന്നലെയാണ് ഹൈക്കോടതി മരവിപ്പിച്ചത്. അങ്ങനെ ജാമ്യം നൽകിയ ഈ 4 പേരും ഇന്നാണ് പുറത്തിറങ്ങുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ അളവൂർ, കണ്ണൂരിൽ നിന്ന്.